ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ ഒന്ന് നമുക്കൊരു മത്തങ്ങ ഓലം വെച്ചാലോ? വേണല്ലോ വെക്കണല്ലോ. പച്ചമത്തനാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. പച്ചമത്തന്റെ തൊലി എന്തിനാ കളയുന്നത്? എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മത്തനില് പഴുത്ത മത്തൻ ഉണ്ടാവോ? ആഹാ, അതിന്റെ തൊലി കളയല്ലോ, ഇത് പച്ചയാണ്. ഇതിന്റെ നിറം ഇങ്ങനെയാണ്, പച്ചയാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ വേറെ അധികം ഒന്നുമില്ല. പച്ചമുളക് പറഞ്ഞാൽ ഇത് പഴുത്തതാണ്, പഴുത്ത പച്ചമുളക്. പിന്നെ കറിവേപ്പില, നാളികേരപ്പാട്, ഉപ്പ്, ഇത്ര വേണ്ടു. അപ്പൊ നമുക്ക് സ്റ്റൗ വെക്കാം. ഓക്കെ. ദേവി ഭദ്രകാളി. എന്നിട്ട് മത്തങ്ങ ഇട്ടുകൊടുക്കാം ചട്ടിയിൽ. എന്താ ഭദ്രകാളിനെ വിളിക്കുമ്പോ അമ്മ ശരിക്കാണ് എന്റെ കാര്യം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചോളൂ. ഇപ്പൊ ഒന്ന് തിളക്കുന്ന വരെ നമുക്ക് ഇതിൽ ഒന്നും ഇടണ്ട, 1-2 തളയൊക്കെ വരട്ടെ. എന്നിട്ട് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇടാം. അപ്പൊ ഇത് വേവട്ടെ. ഇത് വേഗം ഉണ്ടാവണ കളിയല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നാളികേരപ്പാലൊക്കെ കൂട്ടിയത് കാരണം ഊണ് കഴിക്കാനൊക്കെ നല്ലതാണ്. അല്ല, എന്താണ് ഞാൻ ഭദ്രകാളി എന്ന് പറഞ്ഞപ്പോ അമ്മ ചിരിച്ചത്? നീ എന്തോ പറയല്ലോ. അയ്യോ, എന്തും പറയാ, ദൈവല്ലേ? ദൈവം തന്നെ ആയിക്കോട്ടെ, എന്തൊക്കെ വിളിക്കാതൊന്നും ഇല്ലല്ലോ. അമ്മേനെ വിളിച്ചോന്നാ തെറ്റിദ്ധാരണ. കണ്ടോ, ഇതാണ് ചെറിയ തെറ്റിദ്ധാരണകൾ. എന്താ പറയുക, ഞാൻ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല അമ്മ. ഞാൻ ദൈവത്തിനെ വിളിക്കുമ്പോ എന്റെ ഇഷ്ടദൈവത്തിനെ വിളിക്കുക. ഭദ്രകാളി എന്ന് വിളിക്കാൻ പാടില്ലേ? എല്ലാരും ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ദേവി അങ്ങനെയൊക്കെ വിളിക്കുക. അവരൊക്കെ വിളിക്കുമ്പോ നമ്മൾ ഈ ദേവിനെ മാത്രമേ ഒഴിവാക്കാൻ പാടുള്ളൂ. അപ്പൊ പ്രത്യേകിച്ച് എനിക്ക് ആ ദേവിനെ വിളിക്കണം തോന്നി. അപ്പൊ ഞാനൊന്ന് വിളിച്ചത് ഇപ്പൊ തെറ്റായിപ്പോ. അപ്പൊ അമ്മ വിചാരിച്ചു ഇത് എന്നെയാണ് വിളിക്കണത്. സത്യം എന്താ അറിയോ, അങ്ങനെ ഒരു എന്താ പറയാ, നമ്മൾ എന്തോ പറയുമ്പോൾ എന്തോ ആണ് പറയുന്നതെന്ന് ഉള്ള ചിന്ത നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ. സംസാരിക്കണമെന്ന് പറയുന്നത് എന്താ ഒരു ഭദ്രകാളി ലുക്ക് എന്ന് പറയും. ഞാൻ സത്യമായിട്ട് ചുവന്ന ഡ്രസ് ഇട്ട് വന്നപ്പോ രൗദ്ര രൂപിണി എന്ന് പറയാമെന്നാണ്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ നീ. അപ്പൊ അത് എന്നെ മാത്രം ഉദ്ദേശിച്ചത് ഞാനും മനസ്സിലാക്കി. അപ്പൊ അത് എവിടെ വരെ നമുക്ക് ഞാനൊരു കഥ പറയട്ടെ. പറയണം പ്ലീസ്, ദയവീത് പറയൂ. എന്തിനെ കുറിച്ചാണെന്ന് പറയാം. ആത്മവിശ്വാസം. ഒന്ന്, നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ടു കഴിയുമ്പോ നമുക്ക് തന്നെ വരുന്ന ഒരു ആത്മവിശ്വാസം. ഇനി എന്താ പറയാ, ആകെ എന്താ പറയാ, മുങ്ങിയ കുളിരില്ല അങ്ങനെ. പിന്നെ എന്തോ പറയും വേറെ ഒന്നും കൂടി മലയാളത്തില്, അതൊക്കെ മേലെ തോണി അങ്ങനെ എന്തോ പറഞ്ഞു. അത് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ മനസ്സിലായത്. പറഞ്ഞോളൂ. അപ്പൊ അതുപോലെയുള്ള സമയങ്ങളിൽ ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടാവും. അതൊന്നും. പിന്നെ ദൈവത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവില്ലേ, എന്ത് നമ്മൾ ഏത് സമയത്ത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് ഓടിപ്പോയിട്ട് ഭഗവാനെ എനിക്കിത് നീ തരണം എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമുക്കത് കിട്ടുകയാണെങ്കിൽ ദൈവം നമ്മളോട് ഭയങ്കര കരുണ കാട്ടി. അയ്യോ, ഭഗവാനെ വിശ്വസിച്ച അതിനും കൂടുതൽ നമുക്ക് വേറെ ഒന്നുമില്ല, എല്ലാം അങ്ങനെ. പക്ഷെ ഭഗവാനെ വിശ്വസിച്ച എല്ലാം കിട്ടും. അതിനൊരു സമയം സന്ദർഭമുണ്ട്. അങ്ങനെ ഒരു വാസ്തവം എന്താന്ന് പറഞ്ഞാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആരെ വിളിച്ചില്ലെങ്കിലും 2 പേരെ ഒരേപോലെ വിളിക്കും. ഒന്ന് നമ്മുടെ അമ്മേനെ, ഒന്ന് വീണ് മുറിയായ അമ്മ എന്ന് വിളിക്കും. എന്തെങ്കിലും ഒരു ലോട്ടറി അടിച്ചാൽ അയ്യോ എൻ്റെ അമ്മയെ പറയും. അതുപോലെ തന്നെ ദൈവത്തിനെയും ബുദ്ധിമുട്ടി വന്നാൽ ചിലപ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കും. ഇനി എന്തെങ്കിലും വേദന വന്നാലും പറയൂ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കും. അങ്ങനെ അവരവരുടെ ഇഷ്ടദൈവത്തിനെ അവരവർ വിളിക്കുക. ഈ ദൈവത്തിനെയും അമ്മേനെയും ഇടയ്ക്കിടയ്ക്ക് മാറി എല്ലാ സന്ദർഭത്തിലും വിളിക്കും. കാരണം ഇവരെ മാത്രം നമുക്ക് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ ദൈവമേ നീ എനിക്ക് തന്നല്ലോ പറയാ. ദുഃഖം തന്ന ദൈവമേ നീയൊക്കെ ഒരു ദൈവമാണെന്ന് ചോദിക്കുക. അതല്ലേ ഉദ്ദേശിച്ചത്? അതിനെ കുറിച്ച് ഒരു കഥയുണ്ടോ? ഒരു കപ്പലില് കുറെ യാത്രക്കാര് യാത്ര ചെയ്യായിരുന്നു. ഒരു കപ്പലിൽ അപ്പൊ കുറെ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോ ആ കപ്പലിൽ അപകടം പറ്റി എല്ലാവരും വെള്ളത്തിൽ മുങ്ങിപ്പോയി. പക്ഷെ ഒരാള് ഒരു കരയ്ക്ക് വന്നടിഞ്ഞു, ബോധമൊന്നും ഇല്ലാണ്ട് കിടന്നു. എത്ര ദിവസം കിടന്നു, എത്ര മണിക്കൂർ കിടന്നു അറിയില്ല. ആള് ബോധം വന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യനില്ലാത്ത ഒരു ദ്വീപ്, അവിടെ ആരും കണ്ടില്ല. അതുപോലെ ബോധം വന്നപ്പോ ആകെ പേടിച്ചു. എന്നിട്ട് അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കൂ എന്നൊക്കെ കുറേ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല. പിന്നെ ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വിളി തുടങ്ങി.
എന്നിട്ടും യാതൊന്നും ഒരു ശബ്ദം ഒന്നും കേൾക്കാണ്ട് ആൾക്ക് ആകെ പിന്നെ എന്ത് തോന്നിയറിയോ, എന്തായാലും ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി. ഇക്കരെ ഒരു കരയും അക്കരെ ഒരു കടലും, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇനി ഇവിടെ തന്നെ രക്ഷിക്കാൻ, എനിക്ക് രക്ഷപ്പെടാൻ യോഗ ഉണ്ടെങ്കിൽ ഇപ്പൊ സാത്താന്റി കടലിന്റെ ഇടയിൽ പെട്ട പോലെ, എന്റെ അച്ഛന്റെ നടുക്കിൽ അമ്മ പെട്ട പോലെ, ആ ഒരു അവസ്ഥ ഒരു ദ്വീപിൽ പെട്ട പോലെ പറയും. ആ കറക്റ്റ്, ഇത് അമ്മ പറയല്ലോ അവസാനം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാത്താന്റി കടലിന്റെ ഇടയിൽ പെട്ട പോലെ. എന്തായാലും ഞാന് ഇവിടെ നിനക്ക് സന്തോഷമുള്ളത് പോലെ ഞാനിവിടെ പെരുമാറണം, അച്ഛന് സന്തോഷമുള്ളത് പോലെയും പെരുമാറണം. വല്ലാത്ത കഷ്ടം എന്ന് വെച്ചാൽ അത് അവിടെ മാത്രം നിൽക്കില്ല. ദുബായിലുള്ളവനനുസരിച്ചും പെരുമാറണം, അവിടെയുള്ള മോൾക്കനുസരിച്ചും പെരുമാറണം, ഇവിടെയുള്ള മകനനുസരിച്ചും പെരുമാറണം, ഇപ്പുറത്തുള്ള ഭർത്താവിനനുസരിച്ചും പെരുമാറണം. ഇങ്ങനെ എല്ലാവർക്കും അനുസരിച്ച് പെരുമാറുന്ന ഒരു വിധി ആയിപ്പോലോ എന്തെങ്കിലും ഓർത്തു പോയിട്ടോ? അല്ല, ഇവനെത്ര സ്നേഹിച്ച അവനെത്ര ദേഷ്യം വരും, അവനെത്ര സ്നേഹിച്ച ഇവനെത്ര ദേഷ്യം വരും. പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഒരു കുശുമ്പെങ്കിലും വരുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടാവും. ആ അവസ്ഥ അല്ല, ആ അവസ്ഥയാണ് ഇപ്പോ ആ ദ്വീപിൽ കിടക്കുന്നത്. എന്റെ അമ്പുവാണെന്ന് വിചാരിക്കുക. അപ്പുറത്ത് കടല്, അത് വേണമെങ്കിൽ എൻ്റെ അച്ഛനായിക്കോട്ടെ. ഇവിടെ 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 ഉണങ്ങി കിടക്കുന്ന ഒരു കര, അത് ഞാനായിക്കോട്ടെ. പോരെ, ഇപ്പൊ സമാധാനമായില്ലേ? എന്തായാലും ലവറെ വിട്ടുകൊടുക്കില്ല. അച്ഛനെ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ. അച്ഛൻ കടല്, ഞാൻ കര. ആ കടയിൽ വല്ല മരം ഉണ്ടോ? മരം ചെടിയോ വല്ലതും അത് അനുവും വിനും ഒക്കെ അതൊക്കെ ഉണ്ടാവും. പിന്നെ പുറത്ത് വെള്ളം ഉണ്ടല്ലോ. അപ്പൊ ആള് മനസ്സിൽ വിചാരിച്ചു, ഈ നാളികേരം നീരൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിയാം, അതെന്തെങ്കിലും കഴിക്കാം. അതുപോലെ ഈ ഇവിടുന്ന് മീനും പിടിക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ആൾക്ക് തോന്നി. എങ്ങനെയെങ്കിലും ജീവൻ കിടക്കണ്ടേ, ഇവിടെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമുക്ക് ജീവിക്കാന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ അവിടെ ഇളനീര് കുടിച്ചിട്ടും നാളികേരട്ട് അത് കല്ലും കൊണ്ടൊക്കെ കുത്തി മറ്റുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അപ്പൊ ഇങ്ങോട്ട് കിടക്കുമ്പോഴേ സഹിക്കാൻ പറ്റില്ല, കാറ്റും ഇതൊക്കെ. അപ്പൊ ആളിങ്ങനെ ഓർമ്മിച്ചു, ഞാനൊരു കുടിയിൽ കെട്ടിയോ ഓലി എന്തൊക്കെയോ കമ്പും മൂലൊക്കെ കൊണ്ടുവന്ന് ഒരു ഷെഡ് കെട്ടി. മരമൊക്കെ വെട്ടിയിട്ട് മരമൊക്കെ വെട്ടുക. പെറുക്കി കൊണ്ട് വെട്ടാൻ ആൾക്ക് ആയുധമൊക്കെ കിട്ടണ്ടേ. ഈ പൊട്ടനെ നീ ബുദ്ധൂസേ. അപ്പൊ എന്തോ കൊണ്ടുവന്നിട്ട് ആളൊരു ഷെഡ് ഉണ്ടാക്കി. ഈ ഓലയൊക്കെ മറിച്ച് ഷെഡ് ഉണ്ടാക്കി. ഇടയ്ക്ക് ഇളനീരും നാളികേരം, പിന്നെ അവിടെ എന്തെങ്കിലും മരത്തിലുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള അതൊക്കെ കഴിച്ചു. പിന്നെ പോയിട്ട് മീൻ പിടിച്ചിട്ട് അത് ചുട്ടു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജീവിക്കാൻ അപ്പോഴും ദൈവത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഭഗവാനെ, ഞാൻ എത്ര കാലം ഇങ്ങനെ ജീവിക്കും, നീ എന്നെ രക്ഷിക്കണം തൊട്ട് ദൈവത്തിനോടുള്ള പ്രാർത്ഥന വിട്ടിട്ടില്ല. ഇവറ്റങ്ങളുടെ അടുത്ത് നിന്നൊക്കെ എന്നെ ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കേണ്ട ഒളിഞ്ഞിട്ട് എനിക്കൊരു സംശയമുണ്ട്. നീ എന്തിനാണ് എന്നെ ഉദാഹരണം പറയേണ്ടത്? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, മിണ്ടാട്ടില്ലേ. അവനെ കുടുംബത്തിന് ആരെങ്കിലും അങ്ങനെ പറയൂടാ? ഇല്ല അല്ലേ? കുടുംബത്തിലുണ്ടാവുന്ന അവരൊരു ശല്യാണ്. ഇവരിൽ നിന്ന് എനിക്ക് എന്നാണ് ഇത് കിട്ടുക എന്നൊക്കെ, ആരെയും ഒഴിവ് കിട്ടുക എന്നൊക്കെ പറയുമാരെങ്കിലും. ബുദ്ധിയില്ലാത്തോണ്ട് നീ എങ്ങനെ? ഞാൻ അങ്ങനെയല്ല. ഈ അച്ഛനും അമ്മയുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ഞാനൊന്ന് പിടിവിട്ട് പോകേണ്ടത് എന്നൊക്കെ നീ ആലോചിക്കാറുണ്ടോ? പിന്നെ നിങ്ങൾ എന്നെ പറയുന്നത് ആംഗ്രി ഓൾഡ് ലേഡി ആയി. ഇപ്പൊ കണ്ടോ എന്തോ ദേഷ്യം. നിങ്ങൾക്ക് ഈ ദേഷ്യം കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും നേരം ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ചേരയായിരുന്നു അല്ലേ? ഞാൻ മനസ്സിലാക്കില്ല. അപ്പൊ എന്തായാലും അല്ല എന്തായാലും ഞാൻ ഏറെ കുത്തിയപ്പോൾ ഒരു ചേര കടിക്കാൻ വന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് 3-ാം മിനിറ്റിൽ തന്നെ നമ്മൾ ദേഷ്യപ്പെടുന്നത്, പക്ഷേ 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഇതുണ്ട്, സഹിക്കാനുള്ളൊരു ശക്തി ഉണ്ട് കേട്ടോ. അത് വേണം. അത് സ്ത്രീ ജന്മം പുണ്യജന്മം എന്ന് വെറുതെ അല്ല പറഞ്ഞത്. ഈ വാക്കിന് ആദ്യം തന്നെ ഇടുകിട്ടതായിരുന്നു. അതാണ് ഞാനിത് എന്താ അത്ര നേരം സഹാന എങ്ങനെ പുറത്തേക്ക് ചാടാത്ത വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ സഹാനിയും സുഹാനിയൊക്കെ ഒരുമിച്ച് വന്നു. അതന്നെ എന്നെ കൊല്ലാനുള്ള പരിപാടിയുടെ ഓർത്തോ. ഏതാണ്? അങ്ങനെ ഒരാളവിടെ നിൽക്കണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒരു ഭാഗ്യം നമുക്ക് ദിവസം മീൻ തിന്നാം. എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. അല്ല ഇങ്ങോട്ട് ഭയങ്കര വിഷമായി. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരാള് തീ കൊടുത്തെന്ന് പറയാം. അവിടെ എന്ത് സംഭവിച്ചു? അതാ പറയുന്നത്. അപ്പൊ ഷെഡ് നിന്ന് ഇങ്ങനെ കത്തുകയാണ്. അത് കണ്ടപ്പോ ആളാകെ തളർന്നു പോയി. ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ സംഘടിപ്പിച്ചൊരു ഷെഡ് ഉണ്ടാക്കിയത്. കാരണം അവിടെ
ഈ ആയുധങ്ങളുണ്ടോ മരം വെട്ടിയിട്ടോ അങ്ങനെയൊക്കെ എടുക്കാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കി. ചിലപ്പോ കമ്പിലൊക്കെ തൂങ്ങിക്കിടത്തിലായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് ആയിക്കോട്ടെ, ഒരുപാട് സംസാരിക്കാം. സപ്പോർട്ടിങ്. അപ്പൊ ആൾക്ക് ഭയങ്കര സങ്കടമായിട്ട് പറയും, ഭഗവാനെ നിന്നെ വിശ്വസിച്ച നീ കൈവിടില്ല എന്നാണല്ലോ പറയുക. എന്നിട്ട് ഇതാണോ നീ എനിക്ക് നൽകിയത്? എനിക്ക് തല ചായ്ക്കാൻ കാറ്റും മഴയൊന്നും വരാണ്ട് ആ ഷെഡിന്റെ ഉള്ളിൽ ഞാൻ എന്തോ കിട്ടിയത് തിന്നിട്ട് കിടക്കുമ്പോ അതുപോലെ നീ ഇല്ലണ്ടാക്കി. ഇതാണോ നിന്നെ വിശ്വസിച്ചവർക്ക് നീ കൊടുക്കണം? എന്തോ കിട്ടിയതെന്നല്ല, നല്ല ഇളനീര് നല്ല ഫ്രഷ് മീനും കിട്ടിയിട്ടില്ലേ? അതെ, എന്നിട്ട് കിടക്കുന്ന ആ സ്ഥലമൊക്കെ പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ലടാ. അപ്പൊ പിന്നെ എവിടെ കിടക്കുക? പിന്നെ നാല് കമ്പല് തൂങ്ങുക, കൊണ്ടുവരെ കെട്ടുക, കിടക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു ഷെഡിന്റെ ഉള്ളിൽ കിടക്കണ നീ ഒരു വീട്ടിന്റെ ഉള്ളിൽ. ഇപ്പൊ അമ്മ ആലോചിച്ച് നോക്ക്, ഒരു തേനീച്ച കൂട് കണ്ടു, അമ്മക്കാര് തേൻ കുടിക്കാൻ തോന്നി അതിന്റെ കൂടൊക്കെ അമ്മ പൊളിക്കില്ലേ, എന്നിട്ട് തേൻ എടുക്കില്ലേ, എന്നിട്ട് തേന് കൂട് കെട്ടി നിർത്തുന്നുണ്ടോ? ഈ മനുഷ്യനെന്താ അപ്പോഴേക്ക് ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യം? ദേഷ്യപ്പെടുമല്ലോ. ഇനി നമുക്കിത് ഈ മുളക് തിരിട്ടും കേട്ടോ, ഇതെല്ലാം ഒന്നും വേണ്ട, കുറച്ച്. എന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്തു? അപ്പൊ ഇതില് 2 പച്ചമുളക് ഇട്ടുണ്ട്, അത് മതി. അത്രയൊക്കെ മതി അമ്മക്ക്, അമ്മക്ക് മാത്രമല്ല. അപ്പൊ ആള് ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ദൈവത്തിനോട് പരാതിയാണ്. അതായത് ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെയാണോ ഞാൻ നിന്നെ ദിവസം വിശ്വസിച്ച് പ്രാർത്ഥിക്കല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു പറഞ്ഞല്ലേ. അതും കണ്ടില്ല. അവസാനം ഞാനത് അങ്ങനെ സുരക്ഷിതമായ ഒരു ഷെഡിൽ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു, അതും ഇല്ലാണ്ടാക്കി. വിശ്വസിച്ചിട്ട് നീ ഇങ്ങനെയാണോ ചെയ്യാന്ന് പറഞ്ഞ് പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആൾക്ക് ഭയങ്കര വിഷമായി. ഇനിയിപ്പോ എനിക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നു, എന്ത് വിശ്വസിച്ചിട്ടും കാര്യമില്ല, ഇത്രയേ ഉള്ളൂ, ദൈവം ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞ് സ്വാഭാവികം. നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ നമ്മൾ അങ്ങനെ തന്നെ പറയുള്ളൂ. അങ്ങനെ ഇരുന്നു. അപ്പോ പിറ്റേ ദിവസം ഒരു പുലർച്ചയായപ്പോ ഇതിങ്ങനെ കത്തിയല്ലേ രാത്രി മുഴുവൻ. അപ്പൊ ആ ഒരു കപ്പല് ഇങ്ങനെ വന്നിട്ട് ആ കരകടുത്ത് നിർത്തിയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു വെച്ചപ്പോ ഇയാൾ വേഗം ഞെട്ടി. വേഗം പോയിട്ട് ഓടിപ്പോയിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ വീശി കാണിച്ച് അപ്പൊ ആളുണ്ടെന്ന് മനസ്സിലായപ്പോ അതിന് ഇത് കഥ മാത്രല്ല, അതിന് ആക്ടിങ് കൂടി ഉണ്ട്, അഭിനയം കൂടി ഉണ്ട്. ആ കരയിൽ കിടക്കുന്ന ആളുടെ അതേ മുഖഭാവം നോക്കി ഇറങ്ങി വന്നിട്ട് അപ്പൊ അതിശയായി. 3-4 ആൾക്കാരെ കണ്ടില്ലേ കപ്പൽ. അപ്പൊ കണ്ടപ്പോ എങ്ങനെ ഞാനിവിടെ അകപ്പെട്ടു, ഞാനിവിടെ അകപ്പെട്ട അപകടത്തിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. അപ്പൊ പറയും ഇവിടെ തീ കത്തുന്നത് കണ്ടു. അപ്പൊ ഇവിടെ ആരോ അപായത്തിൽ ആണ് എന്ന് മനസ്സിലായിട്ടാണ് ഞങ്ങൾ ആ കപ്പലതിലേക്ക് പോകുന്ന സമയത്ത് ഈ വഴിക്ക് വന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക, ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ വിശ്വസിച്ചവരെ ഒരിക്കലും കൈവിടില്ല, ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് സഹായിക്കും. ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും. അതുപോലെ ആർക്ക് എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കരുത്, എപ്പോൾ കൊടുക്കണം, ഏത് സമയത്ത് കൊടുക്കണം എന്നൊക്കെ ദൈവത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവും. ആ സമയത്ത് അത് നൽകിയിരിക്കും. അല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ പോയിട്ട് എൻ്റെ ഈ കാര്യങ്ങൾ നടക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോടുമ്പോൾ ദൈവം നമുക്ക് എല്ലാം തരില്ല. ഫോർ എക്സാമ്പിൾ, ദൈവം പല രീതിയിലും കൊടുക്കും. ഇപ്പം ചിലർക്ക് കൊടുക്കുമ്പോൾ ചിലർ മനസ്സുകൊണ്ട് ധാരാളിയായി മാറും, ചിലർക്ക് കൊടുക്കുമ്പോൾ ചിലർ സ്വഭാവം കൊണ്ട് കോമാളിയായി മാറും. ഇത് രണ്ടും നൽകുന്ന ദൈവം മുകളിൽ നിന്നിരുന്ന് ആലോചിച്ച് നോക്കും, ഇവൻ്റെ അടുത്ത് ഇത് ശാശ്വതമായിട്ട് വേണോ അതോ മറ്റവൻ്റെ അടുത്ത് ശാശ്വതമായിട്ട് വേണോ? ധാരാളി അത് ബാക്കി വയ്ക്കില്ല, കോമാളി അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് നശിപ്പിക്കും. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത ഒരാളിനെ ദൈവം തെരഞ്ഞുകൊണ്ടേ കൊടുക്കും. അപ്പോൾ വേണ്ടപ്പെട്ടവർക്ക്, എല്ലാ ഭക്തർക്കും, ഏത് വിശ്വാസം അർപ്പിച്ചവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു രൂപത്തിൽ നൽകും. പക്ഷെ അതിനൊക്കെ ഒരു കൃത്യസമയം ആള് നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മളൊന്നും ജീവിതത്തിൽ നമ്മൾ ഒറ്റ മനുഷ്യൻ അങ്ങനെ വെയിറ്റ് ചെയ്യില്ല. നമ്മള് എന്താ പിന്നെ ഞാൻ എത്ര ദിവസം ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ച് ഞാൻ ജപം ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഞാൻ വ്രതാനുഷ്ഠിച്ചതാണ്, എന്നിട്ട് എനിക്ക് ഒന്നും നടന്നില്ല, ഇനി ഞാൻ വിശ്വസിക്കണേ ഇല്ല, അങ്ങനെ പറയും. ഒരിക്കലും അതല്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ പറയും ദൈവമേ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞൊക്കെ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്വാർത്ഥിയായ മനുഷ്യന്റെ സ്വഭാവം. നമുക്ക് കഷ്ടപ്പാടാണെങ്കിലും നല്ലതാണെങ്കിലും ദൈവം തന്നാലും ഇപ്പൊ നോക്ക് ഒരു ദൈവം ഇപ്പൊ എന്റെ തുമ്പറത്തുണ്ടായിരുന്നു എന്ന് വെച്ചോ, അപ്പൊ അമ്മയാണ് ദൈവം എന്ന് കരുതുക. അപ്പൊ ഞാൻ കുറേയൊക്കെ ദൈവത്തിനോട് പറഞ്ഞു നോക്കി, അപ്പൊ ദൈവത്തിനൊന്നും പെട്ടെന്ന് ഒന്നും തോന്നിയില്ല. എന്നാൽ ദൈവത്തിനും കൂടി പുറക്കാൻ പറ്റുക നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? നമ്മളെ ശിക്ഷിക്കും പറയും പോലെ, ഏറെ കുത്തിയ ചേര എങ്ങനെയും പറയും പോലെ ഞാനൊരു ദൈവത്തിനെ ഇവിടെ പരീക്ഷിച്ചു. അപ്പൊ അത് ആദ്യം ഒന്നും ഇത്തിരി ബുദ്ധിയില്ലാത്ത ദൈവമായതുകൊണ്ട് നേരത്തെ മനസ്സിലായില്ല ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, ഇവനെന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്.
അപ്പോൾ എൻ്റെ ഫാമിലി തൊട്ട് കളിക്കുക, ഇവനപ്പോൾ ഞാൻ ശരിയായി കൊടുക്കാൻ പറഞ്ഞാൽ അപ്പം ദൈവത്തിന് മനസ്സിലായി ഈ ദുഷ്ടനെ സംഹാരം ചെയ്യണമെന്ന്. അപ്പോഴാണ് ഭദ്രകാളി അവതാരത്തിൽ വന്നത്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ലേ ഭദ്രകാളിയാണെന്ന്, ഇല്ലേ? ഇപ്പം ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ചോദ്യം അല്ല, സാധാരണ ഓരോ വീട്ടമ്മമാർ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തൊരു ജീവിതം അത്. എന്താണ് സാത്താന്യ കടലിൽ നടുക്കിലാണ് ഞാൻ. ഈ അച്ഛനെയും സഹിക്കാൻ പറ്റില്ല, ഈ മകനെയും സഹിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ ഈ സാത്താന്യ കടലിന്റെ ഇടയിൽ നിന്നുള്ള ആ ഒരു ടോപ്പിക് ഞാൻ എടുത്തിട്ട് ഈ കഥയിലേക്ക് ഒന്ന് ഇട്ടുവെന്നാണ്. നല്ല ടോപ്പിക് ആയിരുന്നില്ലേ? അതേപോലെ അമ്മ ഒരു മാഷ് ഒരു സ്കൂളിലേക്ക് വന്നു. മാഷ് സ്കൂളിലേക്കല്ലേ വരിക, അല്ലെങ്കിൽ ഗാരേജിലേക്കൊന്നും പോയില്ലല്ലോ. അതിനാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഒരു മാഷ് ഒരു സ്കൂളിലേക്ക് വന്നു. വരുമ്പോ മാഷ് കുട്ടികളൊക്കെ എത്ര ബുദ്ധി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലെ ക്ലാസ് ലീഡറായ അംബുജ എന്ന് പറഞ്ഞൊരു കുട്ടീനെ വിളിച്ചു. ഒരു ഉദാഹരണത്തിന് ഉപമ പറയുമ്പോൾ ഞാൻ കേൾക്കോ. അപ്പൊ അംബുജ എന്ന് പറയുന്ന ഒരു കുട്ടീനെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിൽ കുറച്ച് പേപ്പർ കൊടുത്തിട്ട് ഇതൊന്ന് നോക്കാൻ പറഞ്ഞു. വൈറ്റ് പേപ്പർ കേട്ടോ. ആ വൈറ്റ് പേപ്പർ കൊടുത്തിട്ട് ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ ലീഡറാണ് ആര്? ഈ അംബുജാക്ഷി എന്ന് പറയുന്ന ആട് സ്കൂൾ ലീഡറാണ് കേട്ടോ. അതാണ് ആ സ്കൂളിൽ ഏറ്റവും ബുദ്ധിയുള്ളത്. അപ്പോൾ പറഞ്ഞു, മാഷ് ഞാനിതപ്പം ഒന്ന് പുറത്ത് പോയിട്ട് വരാം, അപ്പോഴേക്കും നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളതിൽ എന്താ കണ്ടെന്ന് പറഞ്ഞു തരണം പറഞ്ഞു. അപ്പോൾ പിള്ളേർ മുഴുവൻ നോക്കുമ്പോൾ ഈ വെള്ള പേപ്പറിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത സർക്കിൾ. അപ്പോൾ എല്ലാ വെള്ള പേപ്പറിനുള്ളിൽ ഒരു കറുത്ത സർക്കിൾ ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കൂടി ഓടി വന്നിട്ട് ആ സ്കൂളിലെ ഏറ്റവും ബുദ്ധിയുള്ള ക്യാപ്റ്റനോട് ചോദിച്ചു, അല്ല എനിക്ക് മനസ്സിലാവണില്ല, സ്കൂൾ ലീഡറാണല്ലോ, അപ്പോൾ അവർക്കാണുള്ളതൊക്കെ അറിയുള്ളൂ, അവരെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ വന്നിട്ട് അംബുജ എന്താണ്ടി ഇതൊന്ന് പറഞ്ഞാടി പറഞ്ഞു. അപ്പോൾ ഈ ഏറ്റവും ബുദ്ധിശാലിയായ ആ കുട്ടി, അംബുജ എന്ന് പറയുന്ന കുട്ടി, അത് നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾക്ക് എത്ര മനസ്സിലായില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ, ഇതിലെന്താ കാണുന്നത്? മാഷ് ഒന്നും അറിയേണ്ടത് തന്നിറക്കണത്, ഞങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാഷ് തന്നിറക്കുകയാണ്. മാഷ് വന്ന് ചോദിച്ചാൽ പറയാ അതിൽ കറുത്ത സർക്കിൾ കണ്ടു എന്ന്. അങ്ങനെ മാഷ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു. മക്കളെ, ഞാൻ ഒരു പേപ്പർ തന്നിട്ട് പോയല്ലോ, ആ പേപ്പർ എന്തായി ചോദിച്ചു. അപ്പോൾ ആദ്യം ഒരു കുട്ടി എണീച്ചിട്ട് പറഞ്ഞു, സാർ അതിൽ കറുത്ത മാർക്കിൽ ഒരു സർക്കിൾ ഉണ്ട് പറഞ്ഞു. അങ്ങനെ 10-12 കുട്ടികളും പറഞ്ഞു. അവസാനം സ്കൂൾ ലീഡറായ അംബുജ കുട്ടീനെ വിളിച്ചു. അങ്ങനെ അമ്പുക്കുട്ടി എണീച്ചിട്ട് പറഞ്ഞു, എന്താ സാറേ, ഇങ്ങനത്തെ ചോദ്യമൊക്കെയാണ് ഞങ്ങളെപ്പോലെ ബുദ്ധിയുള്ള സ്കൂളിൽ വന്ന് ചോദിക്കുക. ഇത് കറുത്ത മാർക്ക് അതിൽ നല്ല വട്ടത്തിലിട്ടുണ്ടല്ലോ, ആർക്ക് കണ്ടാലും അറിയാമല്ലോ പറഞ്ഞു. അപ്പോൾ മാഷ് ചോദിച്ചു, ഇത്രയും കുട്ടികളോട് ചോദിച്ചിട്ട് ഒരു കുട്ടിക്ക് ഇതിന് മറുപടി മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ എല്ലാ കുട്ടികളും ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും ബുദ്ധിയുള്ളത് അമ്പുക്കുട്ടിക്കാണ്. അതുകൊണ്ട് അമ്പുക്കുട്ടി പറഞ്ഞു ആ കറുത്ത മാർക്ക് പറഞ്ഞാൽ മതി പറഞ്ഞു. അപ്പം മാഷ് പറഞ്ഞു, മക്കളെ ഇതാണ് പറയണത്, ഒരാൾ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ പാടില്ല എന്ന്. അമ്പുക്കുട്ടിക്കാണ് ഏറ്റവും വിവരമില്ലാത്തതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ചോദിച്ചാൽ അമ്മേനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു പേപ്പർ തന്നില്ലേ, ആ പേപ്പർ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു? ഇത്രയും വലിയ പേപ്പർ നിങ്ങളുടെ കയ്യിലില്ലേ, ആ അത്രയും വലിയ സർഫേസ് പേപ്പറിൻ്റെ അവിടെ ഉള്ളപ്പോൾ അത്രയും ഭാഗമുള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു ഈ കറുത്ത പുള്ളി മാത്രമാണ്, ഈ കറുത്ത സ്ക്വയറിലേക്ക് മാത്രമേ നിങ്ങളുടെ കണ്ണു പോയുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെന്നും നെഗറ്റീവ്, നമ്മുടെ ആരെങ്കിലും മോശം പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതെന്ന് പറയുന്നത് ഒരു വലിയ വെള്ളക്കടലാസിനോടൊരു ചെറിയൊരു പുള്ളി പോലെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഡിപ്രസ്സായി മാറുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ പ്രപഞ്ചം എത്ര വിശാലമായിട്ടുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം പെടുകയില്ല. ഈ കറുത്ത സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ദുഃഖമായിരിക്കാം, നമ്മുടെ നഷ്ടങ്ങളായിരിക്കാം, നമ്മുടെ സ്വപ്നങ്ങളായിരിക്കാം. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത്രയും സർഫേസ് ഓഫ് പേപ്പർ ഇല്ലേ, ഒരു കുട്ടിയുടെ ദൃഷ്ടിയും കൂടി അത്രയും വലിയ പേപ്പറിലേക്ക് പോയില്ല. ഒരു പുള്ളിയുണ്ട് ആ പേപ്പറിൽ എന്ന് പറഞ്ഞില്ല, ആ പുള്ളിനെ മാത്രമേ പറഞ്ഞുള്ളൂ, ആ സ്ക്വയറിനെ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. നമ്മുടെയൊക്കെ ജീവിതം ഒരു സങ്കടം എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ പുറമെ ആ വെള്ള കടലാസില്ലേ, അത്രയും വലിയൊരു ലോകം നമ്മളെ പിന്നമർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുഃഖത്തിൽ നിന്ന് അപ്പോൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ദുഃഖമില്ലേ, ആ ദുഃഖം എന്ന് പറയുന്നത് ആ വെള്ള കടലാസിൽ ആ ചെറിയൊരു സ്ക്വയർ പോലെയാണ്. അതിൽ നിന്ന് നമ്മൾ ആ പൂർണ്ണമായ വെള്ളയില്ലേ, വെള്ള കടലാസ്, ആ പരിശുദ്ധതയിലേക്ക് നമ്മളങ്ങോട്ട് മാറണം, നമ്മുടെ മനസ്സിനങ്ങോട്ട് മാറ്റണം ആയത്. അപ്പോൾ നമ്മുടെ മനസ്സിനങ്ങോട്ട് മാറ്റണം. അപ്പോൾ ആ കുട്ടി അംബുജ കുട്ടി പറഞ്ഞത് കൊണ്ടല്ലേ അങ്ങനെ ആയത്,
അല്ലെങ്കിൽ അങ്ങനെ ആവുണ്ടായിരുന്നോ? അപ്പോൾ നമ്മുടെയൊക്കെ അല്ല, ഒരു ഉപമ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വഴി, ആ വഴി നല്ല വഴിയാണോ തെറ്റ് വഴിയാണോ എന്ന് ചിന്തിക്കാണ്ട് ഒരു വഴിക്കും ആരും സഞ്ചരിക്കരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു പുള്ളി പോലെയാണ്. വലിയൊരു വെള്ളക്കടലാസിലെ ചെറിയൊരു സ്ക്വയർ മാർക്ക് മാത്രമാണ്. ഒരു ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒറ്റിച്ചു കൊടുത്താൽ ഇത്ര മതി, അത്ര ഒറ്റിച്ചു കൊടുത്താൽ അപ്പോൾ ആ ചെറിയ സ്ക്വയർ മാർക്കിനെ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് അത്രയും വലിയ വെള്ളക്കടലാസിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ ദുഃഖത്തെ മറന്നിട്ട് വലിയ സന്തോഷത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് ചോദ്യം ചോദിച്ചത് അമ്പത് ടീച്ചറായിരുന്നു. അതിന് അത്രയും പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ചത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ കുസൃതി കുട്ടിയായിരുന്നു. ഇതാണ് സത്യകഥ. പോരെ? ഇപ്പോൾ ആ പുള്ളീനെ തെറ്റിദ്ധരിപ്പിച്ചത് ഞാനായിരുന്നു കേട്ടോ. ഇപ്പൊ സന്തോഷമായല്ലോ, കോംപ്രമൈസ് ആയല്ലോ, മതി, സന്തോഷമായി. മണം കാണാൻ പറ്റില്ല, കേൾക്കാനും പറ്റില്ല, മണം കാണാനും കേൾക്കാനും പറ്റില്ല കേട്ടോ. ഈ നാളികേരപ്പാലും പച്ചമുളകും ഈ വെളിച്ചെണ്ണയും കൂടി കലർന്നപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണം. എനിക്കിപ്പൊ തന്നെ ഇത് കഴിക്കാൻ തോന്നും. ഇതിപ്പോ ഞാൻ മാത്രം കൂട്ടുന്ന കാരണം ഞാൻ ഒരു ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അമ്മ പറഞ്ഞില്ലേ, ആ പ്രസന്ന ചേച്ചി പറഞ്ഞു എന്താണ്, കയ്പയ്ക്കല്ല കഞ്ഞി വെച്ചാലും അമ്മേനെ കണ്ടാൽ മതി കേട്ടോ. അത് അവര് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അപ്പൊ എന്ത് വെച്ചാലും അമ്മേനെ ഒന്ന് കണ്ടാൽ മതി പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഞാൻ ഈ ഓലം വെച്ചു. ഇവർക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ എന്നും ഈ എന്താ പറയാ, ഈ നോൺ വെജ് ഒക്കെ കാണിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പച്ചക്കറിയാണ് എനിക്ക് കാണിക്കാൻ ഇഷ്ടം. അപ്പതാ ഇത് ഇതിന്റെ മണം ഇതും കൂട്ടിയിട്ട് ഇതും പപ്പടം അച്ചാർ മാത്രം മതി. പിന്നെ എനിക്കൊരു ചോദ്യം കൂടെ, ഇത് വെക്കുന്നതിനും ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കാൻ കേട്ടോ. അല്ലമ്മ, അമ്മ സ്വാഭാവികമായിട്ടൊരു കൃഷ്ണഭക്തിയാണല്ലോ, ആണോ? അതെയല്ലോ. അപ്പൊ അമ്മ എന്നല്ല, ഒരുവിധം വീട്ടമ്മമാരൊക്കെ കൃഷ്ണന്റെ വളരെ ഭക്തരാണല്ലോ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ കൃഷ്ണൻ ഒരുപാട് കുസൃതികൾ കാണിക്കണ്ടായിരുന്നു. അപ്പൊ ഒന്നും എല്ലാവരും എന്താ പറയുക, കുസൃതി കണ്ണ, പൊന്നു കണ്ണ, പൊന്നുണ്ണി എന്നൊക്കെ വിളിക്കും. ഈ സാധാരണ മനുഷ്യനെ കുസൃതി കാണിച്ചാൽ എന്തിനാണ് അമ്മ എന്നെ കൊല്ല ചെയ്യണത്? അമ്പുജമ്മ അതെ, കൃഷ്ണന് യശോദ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഓരലിൽ കെട്ടിയിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. ചെവിക്ക് പിടിച്ച് തിരുമ്പോ എല്ലാം ചെയ്തിട്ടുണ്ട്. അമ്മമാരെല്ലാവരും മക്കളങ്ങനെ. അപ്പൊ മിക്കവാറും എനിക്ക് ഭഗവാനെ അത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കെന്താ? അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടല്ലേ അമ്മമാരെല്ലാവരും ജീവെണ്ണ കട്ടിട്ടും അങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഓരോരുത്തർ കംപ്ലൈന്റ് ഒക്കെ പറയുന്ന സമയത്ത് യശോദ എന്തൊക്കെ ശിക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. സ്നേഹം കൊണ്ടാണത്, മക്കള് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ശരി. പക്ഷെ എന്തായാലും നിൽക്കുന്ന ഒരു കാര്യം മനസ്സിലായില്ലേ, അമ്മ നിന്ന നിപ്പിൽ അമ്മേൻ്റെ ഉള്ളിൽ നിന്ന് ആ ദേഷ്യത ഞാൻ പുറത്തെടുത്ത് നിൽക്കുന്ന ഡിസ്പ്ലേ ചെയ്തു തന്നു. അത് ഈ അമ്മയ്ക്ക് മാത്രമല്ല മോനെ, ലോകത്തുള്ള ഇതന്നെ പറയാ, ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതും മക്കള് ഭർത്താവ് എന്നൊക്കെ തൊട്ട് കളിക്കുമ്പോൾ ഒരു ദേഷ്യം വരും. കണ്ട സിംഹായി മാറുകയാണ് കേട്ടോ. അല്ല, കുടുംബത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ പറയുമോ അവനെ കുടുംബത്തിൽ നിന്നൊന്ന് ഇതൊന്ന് വിട്ടുപോയത് എന്തൊരു ഇതാണ് ഈ കുടുംബത്തിൽ, അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിക്കില്ലേ മക്കളോ ഭർത്താവോ ഒക്കെ. അങ്ങനെയുള്ളവർ ചിലപ്പോ വായും കൊണ്ട് ഇങ്ങനെ നാക്കിൽ പറയുന്നുള്ളൂ, എന്നാലും മനസ്സുകൊണ്ട് അവർ ഒരിക്കലും എന്നെ പോലെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടെങ്കിൽ അപ്പൊ പറയും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, ഇതൊക്കെ കുറുപ്പല്ലേ. അപ്പൊ ഇത് കഴിക്കാൻ എന്തായാലും അമ്മ വിളിക്കും, ഒരു സംശയമില്ല. ഈ ഓലം കുട്ടി കഴിക്കാൻ ഞാൻ ഉറപ്പായിട്ടും വിളിക്കും. എന്തായാലും നമുക്കൊരു ധൈര്യമായി. നല്ല നാടികേരപ്പാലും കഞ്ഞി വെച്ച് വിളിച്ചാലും വരുന്ന പറഞ്ഞാൽ നല്ല ധൈര്യമായിരുന്നു. അങ്ങനെ അല്ല, ഓലനൊക്കെ നല്ല ടേസ്റ്റാണ്, അതൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ കഥയും വഴക്കും കുസൃതിയും എല്ലാം നിറഞ്ഞ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അമ്മയും മോനും വൈൻഡപ്പ് ചെയ്യാൻ കിടക്കുമ്പോൾ കഴിക്കാൻ വെക്കില്ലേ. അപ്പൊ ഈ ഓലം ഒന്ന് തൊട്ടുകൂട്ടാ, പിന്നെ അതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് വേണേലും ഉണ്ടാക്കി തരാം. എന്നെ വിളിക്കണ്ടോ കഴിക്കാൻ? എന്നെ വിളിക്കണ്ട. വിളിക്കില്ല, നീ ഇതൊന്നും കഴിക്കില്ല, നീ കഴിക്കില്ല. അച്ഛനിന്റെ അടുത്ത് കൂടെ കൂടി പോയില്ല. കുമ്പളങ്ങ ഓലം കഴിക്കും അച്ഛൻ, പടവലങ്ങ ഓലം കഴിക്കും. പിന്നെന്താണ് ഓലം വെക്കുക, പടവലങ്ങ കുമ്പളങ്ങ അതൊക്കെ കഴിക്കും. മത്തങ്ങ കഴിക്കില്ല, അച്ഛനും കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് വെച്ചത്, എനിക്ക് മാത്രം മതിയല്ലോ, അതുകൊണ്ടാണ് ഇത്ര കുറച്ച് വെച്ചത്. അപ്പൊ ഓക്കെ, വരുന്നോ എന്റെ കൂടെ കഴിക്കാം? Bye. Bye.